അതോടൊപ്പം നഷ്ടപ്പെട്ട മോനും ഒന്ന് കയറി. ഇത് നല്ല കാര്യം, ഇഷ്ടപ്പെട്ടത് അല്ല. ഇനി അത് പറഞ്ഞാക്കി മമ്മൂക്ക് കൊണ്ട് കിടക്കുന്ന പോലെ ഈ പടത്തിലേക്ക് എത്ര ഇതാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്നിപ്പോൾ എനിക്കറിയാം യാത്രയിലറിയും ഹായ്. ഹലോ, നമസ്കാരം. ആ കറുത്ത കണ്ടോടൊന്നും കാണുന്നില്ല. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കൂടെ ഒരുമിച്ച് നമ്മുടെ നായിക താരയെ കണ്ടില്ല, താര മാറി നിൽക്കുകയാണ് കേട്ടോ. രാജൻ വർക്കലയും ജോസേട്ടും കൂടെ ഒരുമിച്ചൊരു ജോസേട്ടോ രണ്ടുപേരും കൂടെ നമ്മുടെ മുൻ സിനിമയുടെ ഡയറക്ടർ റഷീദ് പറക്കൽ, സലീം ബാബ വന്നു, ഷാജി അബി ഇങ്ങനെ വന്നു. കത്തിയത് വീണ്ടും കത്തിക്കല്ല, അതല്ല തെളിച്ചാൻ കൂടുതൽ. സാധിച്ചാൽ ഒരുപാട് സന്തോഷം. കാരണം ഇതുപോലെ സിനിമ സ്വപ്നം കണ്ടിരുന്ന കുറേ പേരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന, ഇപ്പോഴും അങ്ങനെ നടക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അപ്പോൾ ഒരു അജയുടെയും പിന്നെ പ്രശാന്ത്
പ്രശാന്തിൻ്റെയും ആദ്യ സംരംഭമാണ്. ഒരാൾ സ്ക്രിപ്റ്റ് എഴുതുന്നു, മറ്റൊരാൾ സംവിധാനം ചെയ്യുന്നു. അപ്പോൾ അവരുടെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, ഷാജൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. സിനിമ സ്വപ്നം കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സ്വപ്നം പൂവണിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അതിന് ഞാനിവിടെ വരാനും ഈ ചടങ്ങിൽ പങ്കെടുക്കാനൊക്കെ കാരണം എൻ്റെ സുഹൃത്തുക്കൾ, സൗഹൃദ വലയം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്ന അഷ്റഫ് ബിലാക്കൽ, ഇതിൻ്റെ നിർമ്മാതാവ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 6ാമത്തെ സിനിമയാണത്. അദ്ദേഹം ഒരു കാര്യത്തിലും സംവിധായകൻ പറയുന്നതിലോ അല്ലെങ്കിൽ മറ്റ് സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾക്കെല്ലാം കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടിയതിൽ ഇവർക്ക് അഭിമാനിക്കാം. ഒപ്പം ജാഫർ പെട്ടെന്ന് അങ്ങനെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളാണ് ജാഫർ. അത് ഇങ്ങനൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് വർക്കൗട്ടാക്കാൻ വേണ്ടിയിട്ട് ജാഫർ പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും. പിന്നെ അജു അങ്ങനെ പെട്ടെന്ന് ചെന്ന് തലവെച്ച് കൊടുക്കുന്ന കൂട്ടത്തിലല്ല എന്ന് തോന്നുന്നു. ഇതിലൊക്കെ വന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ നന്മ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് ഷാജോണും അജുവും. കാരണം ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരുപാട് സിനിമകൾ ഇപ്പോഴും ഡെയിലി സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് നല്ലതും ചീത്തയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാവുന്നവരാണ്. അവരങ്ങനെ പെട്ടെന്ന് ഒന്നിനും വന്ന് ചേരുന്ന ആൾക്കാരല്ല. അവരെല്ലാവരും കിട്ടിയതിൽ നല്ലൊരു ക്രൂവിനെ കിട്ടിയെന്ന് ഡയറക്ടർ പറഞ്ഞു. അതിലും ഒരുപാട് അഭിമാനിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഈ തൊടുപുഴ എന്ന് പറയുന്ന ലൊക്കേഷൻ എന്നെ സംബന്ധിച്ചിട്ട് വളരെ ഭാഗ്യം ഉണ്ടാക്കിയ ഒരു ലൊക്കേഷനാണ്. കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന് പറയുന്ന സിനിമ ഞാൻ ഇവിടെയാണ് ഫുൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എന്തൊരു മാനസികമായിട്ടുള്ളൊരു അടുപ്പം എനിക്ക് തൊടുപുഴയോട് ഉണ്ട്. തൊടുപുഴയിൽ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന ഈ സിനിമ സൂപ്പർ ഡീപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച് തുടങ്ങുന്ന ഇന്നത്തെ ഈ ദിവസം ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും ഇതിലൊരു വേഷം അവതരിപ്പിക്കുന്നുണ്ട്. ഈ സംവിധാനം വന്നൊരു കഥ പറയുമ്പോൾ നമുക്ക് അവരുടെ ഉള്ളിലുള്ളൊരു ഫയർ നമുക്കറിയാൻ പറ്റും. അവരെത്രത്തോളമാണ് ഈ സിനിമയെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി എന്താണ് അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമുക്കറിയാൻ പറ്റും. ഒരു 1-2 സീൻ പറഞ്ഞു കഴിയുമ്പോൾ അജയ് വന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്ര വലിയ ഒരു മുഴുനീള വേഷമൊന്നും അല്ല ഈ സിനിമയിൽ. എങ്കിലും ഈ സിനിമയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹിച്ചത് തീർച്ചയായിട്ടും അജയുടെ ആ ഒരു ആ സിനിമയോടുള്ളൊരു ഇഷ്ടം, അല്ലെങ്കിൽ ആ കഥ അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എത്രത്തോളം ആ സിനിമയുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതേ ഫയറിൽ, അതിൽ കൂടുതൽ ഫയറിൽ ഈ സിനിമ പൂർത്തിയാക്കുവാൻ അജയ് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ സപ്പോർട്ടും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പ്രശാന്ത് ഒരു പുതുമുഖ റൈറ്ററാണ്. വളരെ മനോഹരമായിട്ടുള്ള ഓരോ നിമിഷവും നമ്മളെ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തരാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ പ്രശാന്തിനും എല്ലാവിധ ആശംസകളും. അഷ്റഫ് ബിലാക്കൽ എന്ന പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന് ഞാൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ് കണ്ടത്. പക്ഷേ ഒരുപാട് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി. നമ്മുടെ ജാഫർക്ക് പറഞ്ഞ തന്നെ അദ്ദേഹത്തെ പരിചയപ്പെട്ട മനസ്സിലായി വളരെ ജെന്യുവനായിട്ടുള്ള ഒരു മനുഷ്യൻ, സിനിമയെ സ്നേഹിക്കുന്ന, നല്ല സിനിമകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. തീർച്ചയായിട്ടും അദ്ദേഹത്തിനും ഈ സിനിമ ഒരു ഗംഭീര വിജയം നൽകിയിട്ട് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജാഫർക്കയും അജുവുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ജാഫർക്കാണ് ഒരു കഥ കേൾക്കണം കേട്ടോ എന്ന് പറഞ്ഞ ഒരാളെ വിടുമ്പം തന്നെ നമുക്കറിയാം അതിനകത്ത് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു നല്ല സിനിമയായിരിക്കും, നമ്മുടെ ക്യാരക്ടറും നല്ലതാണെന്നുള്ളത്. ജാഫർക്ക് താങ്ക് യു സോ മച്ച്. അപ്പോൾ അജുവിനും ജാഫർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താര എന്ന് പറയുന്ന എന്നല്ല നമ്മളെ പേര്, ഒരു പുതുമുഖ നായികയാണ് ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആ കുട്ടിയുടെ കുറച്ച് വിഷ്വൽസൊക്കെ എന്നെ അജയ് കാണിച്ചിരുന്നു, വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ കുറേ പുതുമുഖങ്ങളും ഒപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന കുറേ ആഫ്രിക്കയും അജുവും അടക്കമുള്ള കുറേ ആക്ടേഴ്സും വരുന്ന ഒരു സിനിമയായിരിക്കും ഇത്. അപ്പം എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, ഗംഭീരമാവട്ടെ, ഒരു നല്ല സിനിമ സംഭവിക്കട്ടെ. എല്ലാവർക്കും ഒരുപാട് ആശംസകൾ. ഇവിടെ എത്തിയ എല്ലാവർക്കും ഈ സിനിമയുടെ ഒരു അംഗമെന്നുള്ള നിലയിൽ ഒരു നന്ദിയും പറയുന്നു. താങ്ക് യു സോ മച്ച്. പ്രമോദ് ക്യാമറമാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പ്രമോദും ഒക്കെ ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരെയും പരിചയമുള്ളവർ തന്നെയാണ്. എല്ലാം ഗംഭീരമായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. നർഷിക, നസർക, ഷാൻ ചേട്ടൻ, മാരൂർ ജോസേട്ടൻ തുടങ്ങി ഞാൻ ജ്യേഷ്ഠന്മാരായിട്ടോ അല്ലെങ്കിൽ വളരെ സീനിയറായിട്ട് കാണുന്ന ഒരുപാട് വ്യക്തികൾ ഈ ഒരു ചടങ്ങിൽ കാണാൻ കണ്ടപ്പോൾ സന്തോഷമുണ്ട്. ആമോസ് അലക്സാണ്ടർ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് നല്ല ഉറപ്പുണ്ട് ജാഫർക്കയുടെ കരിയറിലെ ഏറ്റവും നോട്ടബിളായിട്ടുള്ളൊരു
ക്യാരക്ടറായിരിക്കും. അത് അദ്ദേഹം നമുക്കറിയാം ടെറിഫിക് ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എല്ലാം അജയ്ക്ക്, ഇതിൻ്റെ സംവിധായകൻ അജയ്ക്ക് യൂസ് ചെയ്യാൻ കഴിയട്ടെ. അത് ഞാൻ അജയ് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എപ്പോഴും ഒരു ഡയറക്ടറിന് അതാണല്ലോ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റും ചാലഞ്ചും. അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും നല്ല ഒരു ഫൈൻ ആർട്ടിസ്റ്റിനെ ഉപയോഗിക്കാൻ കഴിയട്ടെ. അതേപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററായ പ്രശാന്ത്, അദ്ദേഹത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. താര എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് ഒരു എന്നും ഓർമ്മയിലുള്ളൊരു സിനിമയായിരിക്കും. അത് പുള്ളിക്കാരുടെ ഫസ്റ്റ് സിനിമയാണ്. പ്രമോദേട്ടൻ, ബാക്കി എല്ലാ ഞങ്ങൾ ഉൾപ്പെടുന്ന ക്രൂവിനും കാസ്റ്റിനും നിങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളും വേണം. ആമോസ് അലക്സാണ്ടർ എന്താണെങ്കിലും ഒരു ചർച്ച ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിച്ച് ഭാഗമായ സിനിമയാണ്. അങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു. ദൈവം അനുഗ്രഹിച്ച് ഈ 2025 വരുമ്പോൾ ഒരു 50 വർഷം തികയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതലേ ഉണ്ട്. കൂടെ വന്നവർ പലരും ഇല്ല, ജീവിച്ചിരിപ്പില്ല, പലരും സിനിമയിലില്ല. എങ്കിലും ദൈവത്തിനോട് നന്ദി. ഇന്നും ഈ ബിരിയാണിക്കൊപ്പം അച്ചാറായി കൂടെ നിൽക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. അത് തന്നെ വലിയൊരു കാര്യം, ദൈവം അനുഗ്രഹം. അഷ്റഫ് പിലാക്കൽ നമ്മുടെ ഒരു സ്വന്തം അനുജനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത്രയും സ്നേഹത്തോടെയാണ് പുള്ളി എന്നോട് സംസാരിക്കുന്നതും വിളിക്കുന്നതും പെരുമാറുന്നതുമൊക്കെ. ദൈവം അനുഗ്രഹിച്ച് ഈ സിനിമ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സക്സസ്, വലിയൊരു ഹിറ്റായി മാറട്ടെ. അതിനോടൊപ്പം തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും, ജാഫർ ഇടുക്കി അനദർ സ്വീറ്റ് ജെന്റിൽമാൻ. എവിടെ വെച്ച് കണ്ടാലും ഇത്രയും സ്നേഹം പ്രകടിപ്പിക്കുന്ന, ഇത്രയും സ്നേഹം, അതൊന്നും അഭിനയമല്ല കേട്ടോ. സിനിമയ്ക്കകത്ത് അഭിനയം കൂടുതലുണ്ട് പലവർക്കും, പക്ഷെ ഇത് അങ്ങനെയുള്ള ആളല്ല. വളരെയധികം സിൻസിയറായിട്ട് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജാഫർ ഇടുക്കി. അദ്ദേഹത്തിനും ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. അതിനോടൊപ്പം തന്നെ നാജിജൻ, അജു വർഗീസ്, ഷാജമോൻ കലാഭവൻ, ഷാജോൺ, നാദിർ ഷാ, എല്ലാവരും ഇതിൻ്റെ ഡയറക്ടർ അജയ്, സ്ക്രിപ്റ്റ് റൈറ്റർ പ്രശാന്ത്, ഇതിൻ്റെ ക്യാമറാമാൻ, മൊത്തം ടെക്നിക്കൽ ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൈദർ അലി ഇപ്പോൾ വളരെ അറിയപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമാ രംഗത്തേക്ക്. എല്ലാം കൊണ്ടും അറിയപ്പെട്ട് കഴിഞ്ഞു. ആസ് എ സിനിമയ്ക്കകത്ത് നമ്മുടെയൊക്കെ ചാൻസ് വിളിച്ചു വരാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിനും എല്ലാവിധ നന്മകളും നേർന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നു. താങ്ക് യു. പെറ്റ് കഴിഞ്ഞല്ലേ? എല്ലാ ദർശക കൗണ്ടർ തന്നെയാണ് വരുന്നല്ലോ. ഒത്തിരി സന്തോഷം. നല്ല എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് വർഷത്തെ അധ്വാനവും കഷ്ടപ്പാടും ഒക്കെയാണ് ഈ സിനിമ. എനിക്ക് അജയ് ചേട്ടനെ ഓൾമോസ്റ്റ് 10 years ആയിട്ട് എനിക്കറിയാവുന്നതാണ്. സോ ഈ പടത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിലും ഐ എം സോ ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. ഇന്ന് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഇത് കുറച്ച് നാളത്തെ ഒരു യാത്രയായിരുന്നല്ലോ. ആ എക്സ്പീരിയൻസ് ഒന്നും ഷെയർ ചെയ്യാം. കുറേ നാളായി നിങ്ങൾ ഈ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഈ നായികയുമായിട്ടുള്ളൊരു യാത്ര. കുറേ നാളെ എനിക്കറിയാം ആ സബ്ജക്റ്റ്. ഒന്ന് ആ യാത്ര ഒന്ന്. അജയ് ചേട്ടൻ ഫസ്റ്റ് എൻ്റെ അടുത്ത് ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്ത് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും 1, 2, 3 ഒരു 4 ആണുങ്ങളുടെ കൂടെ ഞാൻ തനിച്ച് പോകണം എന്നുള്ള ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ബോറടിക്കും എന്നുള്ള ഭയവും എനിക്കുണ്ടായിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ആ ഒരു യാത്ര എൻ്റെ ലൈഫിൽ ഇനി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇറ്റ് വാസ് ദ ബെസ്റ്റ്. എനിക്ക് ബോറടിച്ചില്ല. ഒരുപാട് ചിരിയും സന്തോഷവും കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഒക്കെ കൂടി ഒരു ബ്യൂട്ടിഫുൾ ജേർണി ആയിരുന്നു അത്. പിണക്കങ്ങൾ കുഞ്ഞി സൗന്ദര്യ പിണക്കങ്ങൾ സ്വാഭാവികമാണ്. അതെ, സന്തോഷം. റഷീദ് ഖാനെ സംബന്ധിച്ച്, അഷ്റഫ് ഖാനെ സംബന്ധിച്ചാണെങ്കിൽ സാംസ്കാരിക മേഖലകളിൽ ഒരുപാട് ഇത് കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. സിനിമ ജീവനോടൊപ്പം നടക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതിൻ്റെ ആരുടെയെങ്കിലുമൊക്കെ അമ്മയുടെ ഒരു കണ്ണുനീര് പിടിച്ചാടി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് സന്തോഷത്തിൻ്റെ കണ്ണുനീര്. അത് ചിലപ്പം അതിനു മുമ്പ് പടച്ചവൻ അവിടെ വെച്ച് നിശ്ചയിച്ചിട്ടുണ്ടാകും പെട്ടെന്നൊരു വരവും. ഒത്തിരി അലഞ്ഞതല്ലേ. അപ്പോൾ ഈ കൊറോണ കാലത്തൊക്കെ കുറേ പിള്ളേർ ഇങ്ങനെ ഈ കഥകൾ എഴുതിയിട്ട്, ഞാനും എൻ്റെ വൈഫും വണ്ടി വരുമ്പോഴത്തേക്കും കഥ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പെണ്ണാ പറയണേ, ഒരു പയ്യൻ പറഞ്ഞു ഒരു കഥയുണ്ട് ഇക്കായ്ക്ക് വേണമെങ്കിൽ തരാം. അപ്പം ഞാൻ തിരിച്ച് അവളോട് പറഞ്ഞു വേറൊരു കഥയുണ്ട്, അത് വെച്ച് കൈമാറ്റം ചെയ്യാൻ പറ്റുമോ എന്ന് അവളോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ കഥ ഒത്തിരിയുണ്ട്. അപ്പോൾ ഈ കഥ പറയാൻ വരുന്ന പിള്ളേർ ഞാൻ നിരുത്സാഹപ്പെടുത്താറൊന്നുമില്ല. അവർ കഷ്ടപ്പെട്ടിട്ട് എഴുതി വെച്ചിരിക്കുന്നതായിരിക്കും. ചിലപ്പം അത് പറയുന്ന നമ്മളിപ്പം ഇപ്പം സമയമില്ല, ഇത് കുറേ ഇതൊക്കെ ഉണ്ടെന്ന്
പുച്ഛിച്ചു വിടുന്ന ഒരു പരിപാടി ഇല്ല. അങ്ങനെ പുച്ഛിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ആ പടം വിജയിക്കുകയും ചെയ്യും. സത്യമായിട്ടും അങ്ങനെ ആരും പുച്ഛിക്കാതെ ഞങ്ങൾ വന്ന് ഏറ്റെടുത്ത ഒരു പ്രൊജക്റ്റാണ്. ചില ഭാരിച്ച ഒരു പണി ഞാൻ എൻ്റെ ജീവിതത്തിൽ, സിനിമാ ജീവിതത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാവരും, ഇവിടെ എനിക്ക് ചായ തരുന്ന പിള്ളേർ തൊട്ട് ഇതിൻ്റെ എല്ലാവരും എന്നോട് സഹകരിച്ച് കഴിയുമ്പോഴത്തേക്കും, ഞങ്ങളോട് സഹകരിക്കുമ്പം ഇതൊരു നല്ലൊരു പ്രൊജക്റ്റാവുമെന്ന് എനിക്കും ഒരു വിശ്വാസമുണ്ട്. പജു റീ സാർ പറഞ്ഞ പോലെ അത് കേട്ടപ്പോൾ ഇതൊരു ചർച്ചാ വിഷയമാകുന്ന ഒരു പടമായിരിക്കും എന്ന് പറഞ്ഞതിന് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ പടം മാത്രമല്ല, ഇന്ന് ഇറങ്ങുന്ന ആരുടെ പടമാണെങ്കിലും എല്ലാ പടവും വിജയിക്കട്ടെ. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ എത്തിയിട്ടുണ്ട്. സുനിൽ സുഗത ഇപ്പോഴാണ് എത്തിയത്, യാത്ര ചെയ്ത് വരികയാണ്. ഒന്ന് സ്റ്റേജിലേക്ക് വരണം, ഞാൻ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞാനാ ക്ഷണിക്കുന്നത്, ഇങ്ങോട്ട് പോരെ. അത് എടുത്തോട്ടോ. മൈക്ക് ഞാനും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. മലയാളത്തിൽ നമുക്ക് ഇഷ്ടം പോലെ സംഭാവന നൽകി. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകണമെങ്കിൽ തമിഴിലൊക്കെ പോയി തെലുങ്ക്, കന്നഡ, തമിഴ് ഒക്കെ കൂടി പിടിച്ചേക്കാം. ഇപ്പം പുതിയ പടം ഇറങ്ങി. അല്ല, എവിടെ പോയാലും അഷ്റഫ് വിളിച്ചാൽ നമ്മളിവിടെ എത്തുന്നതായിരിക്കും. എനിക്ക് സിനിമയിൽ വളരെയധികം സൗഹൃദങ്ങളൊന്നുമില്ല. സൗഹൃദങ്ങളൊക്കെ പണ്ടത്തെ